സൗമ്യതയെ കരുത്താക്കി മാറ്റിയ നേതാവായിരുന്നു തങ്കച്ചൻ സാർ. അദ്ദേഹം ഇരുന്ന ഓരോ പദവിയും പാർട്ടി പ്രവർത്തകർക്ക് വന്നു ചേരാനുള്ള ഒരു ഇടമായിരുന്നു, നേതൃത്വത്തിന് ഒരുമിക്കാനുള്ള ഒരു ഇടമായിരുന്നു. ആ സൗമ്യത കരുത്താക്കി തന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട UDF കൺവീനറൊക്കെ സൂചിപ്പിച്ചതുപോലെ വിവിധ തലങ്ങളിൽ 4 തവണ MLA ആയപ്പോഴും സ്പീക്കറായപ്പോഴും KPC പ്രസിഡന്റ് ആയപ്പോഴും UDF കൺവീനർ ആയിരുന്നപ്പോഴും എല്ലാം ആ സൗമ്യതയെ എല്ലാവർക്കും യോജിക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റി അധികാരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്ന ഒരുപാട് ത്യാഗങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്താവും. ഇപ്പോഴത്തെ തലമുറ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൻ്റെ പദവികളിലെല്ലാം ആളുകളെ ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അസാമാന്യമായ വൈഭവം കാണിച്ചിട്ടുള്ള, പാർട്ടി താല്പര്യത്തിന് മറ്റെന്തിനേക്കാളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള, ഒരുപാട് പ്രതിസന്ധികളിലൂടെ പാർട്ടി കടന്നുപോയപ്പോഴൊക്കെ എക്കാലത്തും പാർട്ടിയേക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് തീരുമാനിച്ച് താനെന്നും തീരുമാനിച്ച് പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്ന നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും.